ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് വിശേഷങ്ങൾ കാണാം. പാല് വെച്ചു, മുട്ട കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചു. അന്നേരത്തേക്ക് ചായ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുള്ള വെള്ളം വെച്ചു തിളപ്പിക്കാനായിട്ട്. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ പൊടിയെടുത്തു, മാവ് വെള്ളമൊഴിച്ച് കിണ്ടി അയച്ചെടുത്തിട്ടുണ്ട്. അയച്ചിനി ഇത് നമുക്ക് അടുത്തേക്ക് അടുത്ത പാത്രം വെക്കാം. ഇഡ്ഡലിക്കുട്ടകം വെച്ചു, തട്ടെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചു. തേങ്ങ എടുത്തു, തിരുവി തട്ടെടുത്തിട്ട് തട്ടിനകത്ത് നമ്മൾ എണ്ണയൊക്കെ തൂവി എണ്ണയൊക്കെ തേച്ച് തേങ്ങാപ്പീരയെല്ലാം ഇട്ടെടുത്തു. തട്ടെല്ലാം റെഡിയാക്കി എടുത്തു. ഇനി ഇടിയപ്പം നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം. അതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് ഇടിയപ്പത്തട്ടയിലോട്ട് വെച്ച് ഇടിയപ്പം റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു. മൂടി കൊണ്ട് മൂടി വെച്ചു. അടുത്തത് ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പയിൽ വെച്ചു. എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചു. അരിഞ്ഞു വെച്ച ഉള്ളിയും സാധനങ്ങളും എല്ലാം ഇട്ടു. മുട്ട അന്നേരത്തേക്ക് നമ്മളെല്ലാം തൊലി മാറ്റിയെല്ലാം മുറിച്ചെടുത്തു. അതിനാവശ്യത്തിനുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടിയും ജീരകവുമായിട്ട് അരയ്ക്കാൻ വെച്ചു. കറി അന്നേരത്തേക്ക് റെഡിയാക്കി, ഇടിയപ്പവും റെഡിയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. കഴിക്കാനുള്ളത് എല്ലാം എടുത്ത് വെച്ചു. ഇടിയപ്പവും മുട്ടക്കറിയും നമ്മൾ കഴിച്ചിട്ട് അങ്ങനെ രാവിലത്തെ പരിപാടി കഴിച്ച് കഴിഞ്ഞ് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയിലേക്കാണ് പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്ക് നമുക്ക് ചോറിനുള്ള കറികളാക്കാം. അതിന് മീനുണ്ടായിരുന്നു, മത്തി എടുത്ത് വെള്ളത്തിലിട്ടു, കഴുകി കറിക്കുള്ളതെല്ലാം വെട്ടിയെടുത്തു. കറിക്കായിട്ട് തേങ്ങയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, ഉള്ളിയെല്ലാം ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ചട്ടിയിലോട്ട് പാത്രത്തിൽ മാങ്ങ, പച്ചമുളക്, തക്കാളി, കറിവേപ്പിലയെല്ലാം ചേർത്ത് അരച്ചെടുത്ത് അരപ്പും കൂടി ചേർത്ത് കറി ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചു. അന്നേരത്തേക്ക് നമ്മൾ വറക്കാനുള്ള മീനും എല്ലാം വരിഞ്ഞ് കഴുകിക്കൊണ്ട് വന്ന് മസാല പുരട്ടി മാറ്റി വെച്ചു. അന്നേരത്തേക്ക് നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് മെഴുക്ക് വറ്റിക്കാൻ വേണ്ടിയിട്ട് പയറെടുത്തു. അതെല്ലാം കഴുകി അതും അടുപ്പിലേക്ക് വെച്ചു. അത് അടുപ്പിൽ ഒരു സൈഡ് വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് മീനിട്ട് വറക്കാനുള്ളത്. അപ്പോഴത്തേക്ക് ഒരു സൈഡിൽ നമ്മുടെ മെഴുക്ക് പുരട്ടിയും റെഡിയായി, മീൻ വറുത്തതും റെഡിയായി. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി